പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിൽ മന്ത്രി KB ഗണേഷ് കുമാർ മിന്നൽ പരിശോധന നടത്തി. ബസ് സ്റ്റേഷനിലേക്ക് ഓടയിൽ നിന്ന് മലിനജലം ഒഴുകിയെത്തുന്നതിൽ പത്തനംതിട്ട നഗരസഭയ്ക്ക് മന്ത്രിയുടെ വിമർശനം. നഗരസഭയ്ക്ക് ടൗൺ പ്ലാനിംഗ് ഇല്ല എന്നായിരുന്നു മന്ത്രിയുടെ ആക്ഷേപം. ഇക്കാര്യത്തിൽ നഗരസഭ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ഈ വെള്ളം ഇവിടെ വന്നാൽ നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വന്നിറങ്ങുന്ന വെള്ളം അടുത്ത പുരയുടെ എല്ലാം മണ്ണിട്ട് നിർത്തി അവരെ കൂട്ടുനിന്ന ആളുകൾ കൂടെ നിന്നിട്ട് അതെല്ലാം മണ്ണിട്ട് നിർത്തി അങ്ങോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇവിടുന്ന് ഞാൻ അവസാനം പറഞ്ഞത് എല്ലാം കൂടെ ഒരു സമ്പിൽ കൊണ്ടുവന്നിട്ട് സോളാർ പമ്പ് വെച്ച് അടിച്ച് വെളിയിൽ കളയാമെന്ന് പറഞ്ഞു. അപ്പോൾ കോസ്റ്റ് കുറവുണ്ട് നമുക്ക് പക്ഷേ അടിച്ച് വെളിയിൽ കളയാമെന്ന് വിചാരിച്ചാൽ എങ്ങോട്ട് കളയും എന്നുള്ള ചോദ്യം. അത് മുനിസിപ്പാലിറ്റിയാണ് ഉത്തരം പറയുന്നത്. ഒരു പ്ലാനിങ്ങും ഇല്ലല്ലോ. ഇത് റോഡിങ്ങനെ കറങ്ങി വരാമെന്നുള്ളതല്ലാതെ നാട്ടുകാർ മൊത്തം മണ്ണിട്ട് നിർത്തുക, ആളുകൾ അതിനെ കൂട്ടു നിൽക്കുക, അതൊന്നും മര്യാദയുള്ള കാര്യങ്ങളാണ്. വെള്ളം പോകാനുള്ള ഓടകളും പുഴകളും തോടുകളും നശിപ്പിച്ചതാണ് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ കാരണം. പത്തനംതിട്ടയിൽ ഇത്രയും വലിയ വെള്ളപ്പൊക്കം വന്ന് ടൗണിൽ വരെ വെള്ളം കയറി. എന്താ കാര്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താ കാര്യമെന്ന്.